ലേവ്യ പുസ്തകം അധ്യായം 22. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹറോനും അവൻ്റെ പുത്രന്മാരും കരുതി നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം. ഞാൻ കർത്താവാകുന്നു. നീ അവരോട് പറയുക, നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കർത്താവിന് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളയണം. ഞാൻ ദൈവമാകുന്നു. അഹറോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെയോ വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയോ സ്പർശിക്കുന്നവനും ഇങ്ങനെ അശുദ്ധമായവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവൻ ശരീരം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും. പിന്നീട് അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം. അത് അവൻ്റെ ആഹാരമല്ലോ. താനേ ചത്തതിനെയും വന്യമൃഗം പറിച്ചു കീറിയതിനെയും തിന്ന് സ്വയം അശുദ്ധമാക്കരുത്. ഞാൻ ദൈവമാകുന്നു. ആകയാൽ അവർ എൻ്റെ കൽപ്പനകൾ നിസ്സാരമാക്കി സ്വയം പാപം വരുത്തുകയും അതുമൂലം മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ അനുസരിക്കണം. ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന കർത്താവ് ആകുന്നു. യാതൊരു അന്യനും വിശുദ്ധ വസ്തു ഭക്ഷിക്കരുത്. പുരോഹിതന്റെ അടുക്കൽ വന്ന് താമസിക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ വസ്തു ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ ഒരുവനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ ജനിച്ചവനും ഭക്ഷിക്കാം. ഇവർക്ക് അവന്റെ ആഹാരം ഭക്ഷിക്കാം. പുരോഹിതന്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യ ആയാൽ അവൾ വിശുദ്ധ വസ്തുക്കളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത്. പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ പിതാവിൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് പിതാവിൻ്റെ ആഹാരം ഭക്ഷിക്കാം. എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. ഒരുവൻ അബദ്ധവശാൽ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം 1/5 കൂട്ടി പുരോഹിതന് കൊടുക്കണം. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത്. അവരുടെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചവരുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തരുത്. അവരെ ശുദ്ധീകരിക്കുന്ന ദൈവം ഞാനാകുന്നു. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, നീ അഹ്റോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയുക, ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിലുള്ള പരദേശികളിലോ ആരെങ്കിലും കർത്താവിന് ഹോമയാഗമായിട്ടർപ്പിക്കുന്ന നേർച്ചയും സ്വമേധാദാനങ്ങളും ഇവയിൽ ഏതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാനായി അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം. ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത്. അതിനാൽ
നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുവൻ നേർച്ച നിവൃത്തിയാക്കിയിട്ടോ സ്വമേധാദാനമായിട്ടോ കർത്താവിന് ആടുകളിൽ നിന്നോ ഒന്നിനെ സമാധാനയാഗമായി അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാനായി ഊനമില്ലാത്തതായിരിക്കണം. അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുരുട്, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും കർത്താവിന് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനെയും കർത്താവിന് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായി അർപ്പിക്കാം. എന്നാൽ നേർച്ചയായി അത് പ്രസാദമാകിയില്ല. വരി എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ കർത്താവിന് അർപ്പിക്കരുത്. ഇങ്ങനെ നിങ്ങളുടെ ദേശത്തെങ്ങും ചെയ്യരുത്. അന്യന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായി അർപ്പിക്കരുത്. അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും മോശയോട് അരുളിച്ചെയ്തു, ഒരു കാളയോ ചെമ്മരിയാടോ ഓലാടോ പിറന്നാൽ 7 ദിവസം തള്ളയുടെ കൂടെ ഇരിക്കണം. 8-ാം ദിവസം മുതൽ അത് കർത്താവിന് ദഹനയാഗമായി പ്രസാദമാകും. പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത്. കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ അർപ്പിക്കണം. അന്ന് തന്നെ അതിനെ ഭക്ഷിക്കണം. രാവിലെ വരെ അതിൽ അല്പവും ശേഷിക്കരുത്. ഞാൻ ദൈവമാകുന്നു. ആകയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആചരിക്കണം. ഞാൻ കർത്താവാകുന്നു. എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാനാകുന്നു ദൈവം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.